ഞാൻ എന്താ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ. ഓണം കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ മീനൊന്നും വാങ്ങിയിട്ടില്ല. എന്നാൽ പിന്നെ മീൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ വെളി മാർക്കറ്റിൽ പോയി. അപ്പോൾ അതാ അയില 300 രൂപ കിലോ, 1/2 കിലോ വാങ്ങി. പിന്നെ അത് കൂടാണ്ട് എന്താ ചെമ്മീൻ വാങ്ങിക്കുമ്പോഴത്തേക്ക് കുറച്ച് ദിവസത്തേക്കുള്ളത് ഒരുമിച്ച് വാങ്ങിച്ചുകൊണ്ട് വരുവേ. ഈ ചെമ്മീൻ 50 രൂപയുടെ ചെമ്മീനാണ് കേട്ടോ ഇത്. അത്ര ഞാൻ വാങ്ങിച്ചോളൂ, കിള്ളാനുള്ള മടി കൊണ്ട്. കാര്യം ലാഭമായിരുന്നു. പിന്നീട് ഒരു മീനും കൂടിയുണ്ട്, മാച്ചാൻ എന്ന് പറയും ഞങ്ങളൊക്കെ ഇവിടെ മാച്ചാൻ എന്നാണ് പറയുന്നതിന്. അതായത് ആഗോലി മീനില്ലേ, ആഗോലി മീനിൻ്റെ കറുപ്പ് കണ്ടോ, മാച്ചാൻ. ഇത് കിലോ 400 രൂപ, ഇതും വാങ്ങിച്ച 1/2 കിലോ. അപ്പോൾ എനിക്കിനി ഒരു 1.5-2 ആഴ്ചത്തേക്ക് മീനൊന്നും വാങ്ങിക്കണ്ട. ഇതെല്ലാം ക്ലീൻ ചെയ്ത് ഞാൻ എല്ലാം ഫ്രിഡ്ജിൽ കയറ്റും. അപ്പോൾ എൻ്റെ പണി തുടങ്ങട്ടെ കേട്ടോ. കറി വെക്കുമ്പോൾ കാണിക്കാവേ. എല്ലാം വെക്കൂലേ, ഇന്ന് ഏതെങ്കിലും ഇതിനകത്ത് ഒരെണ്ണം വെക്കുള്ളൂ. മാച്ചാൻ വെട്ടി കഴുകി അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ട് കറി വെക്കാൻ പോവുകയാണേ ഇപ്പോൾ. പിന്നെ അതിൻ്റെ തൊലിയെല്ലാം പൊളിച്ച് കിടന്നതാണ്. പിന്നെ അയില 2 പാത്രത്തിനകത്താക്കി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് ഞാൻ നേരെ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കും. ഫ്രിഡ്ജിൽ വെച്ചാൽ ഫ്രീസറിൽ എടുത്ത് വെക്കും. അതിന് ഇപ്പോഴൊന്നും എടുക്കണ്ട, ഈ മാച്ചാൻ കറി തന്നെ 2 ദിവസത്തേക്ക് ഉണ്ടാവും. പിന്നെ ഇനി ചെമ്മീനാണ് കിള്ളാനുള്ളത്. ചെമ്മീൻ കിള്ളി കഴിയുമ്പോഴത്തേക്ക് കാണിക്കാം കേട്ടോ. ചെമ്മീൻ ഇരിക്കുന്നുണ്ടോ? ചെമ്മീൻ 50 രൂപയ്ക്ക് വാങ്ങിച്ചോളൂ. ഇതെല്ലാം കൂടി എന്ത് കാണിക്കാനാണെന്ന് ഓർത്തിട്ട്. ചെമ്മീനാകുമ്പോൾ എന്തിനകത്തെങ്കിലും നമുക്ക് ഇട്ട് വെക്കാമല്ലോ, അത് കാരണമേ. മീൻ കറിക്കുള്ളത് അടപ്പത്ത് വെക്കാം കേട്ടോ. അപ്പോൾ എന്താക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തേങ്ങയും മുളക് വരച്ചിട്ടാണ് കറി വെക്കുന്നത്. തീ പിടിപ്പിച്ചിട്ടില്ല, തീ ഒന്ന് പിടിപ്പിച്ചോട്ടെ. ഗ്യാസ് കത്തിച്ച് ഇതിനകത്ത് തേങ്ങ, മുളക്, പിന്നെ ഇഞ്ചി ചതച്ചിട്ടിട്ടുണ്ട്, പച്ചമുളക് ചതച്ചിട്ടിട്ടുണ്ട്, ഉപ്പ്, കുടംപുളി, മഞ്ഞപ്പൊടി, ഇത്ര സാധനങ്ങൾ കൂടി നമ്മൾ അരച്ചിട്ട് അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത്തിരി വെള്ളം, ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. ഇത് തിളക്കുമ്പോഴത്തേക്ക് നമുക്ക് കഷ്ണം ഇടാം. എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി 2 പച്ചമുളകും കൂടി ഒടിച്ചിടാം. കാന്താരി ഇട്ടിട്ടുണ്ട് അതിനകത്ത്. 2 പച്ചമുളകും കൂടി ഒടിച്ചിട്ടേക്കാം. പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഇറക്കാൻ നേരത്തിടാം. ഒരു 2-3 കാന്താരിയും കൂടി ഇട്ടേക്കട്ടെ. അതൊരു ടേസ്റ്റാണ് കാന്താരി ഇടുമ്പോൾ. 2-3 കാന്താരി ഇട്ട് ഉള്ളിയൊക്കെ പതുക്കെ ചതച്ചിട്ടുണ്ട് കേട്ടോ അതിനകത്ത്. ഇനിയിപ്പോൾ അത് അവിടെ ഇരുന്നൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് ഒരുവിധം ഒന്ന് വറ്റി കഴിയുമ്പോൾ നമുക്ക് കഷ്ണം പറക്കിയിടാം. ഈ ഒരു പച്ചക്കറി അച്ചിങ്ങ മെഴുക്കൂരിട്ടാന്ന് വിചാരിക്കുന്നു. മീൻ വറക്കാനായിട്ട് പറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതോടുകൂടി ഉച്ചക്കത്തെ പണി കഴിയും. ചോറ് ചൂടാക്കണം ഇനി. അതോട് ഇന്നത്തെ പണി കഴിഞ്ഞ് അപ്പോൾ എൻ്റെ കറി തരാൻ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ടെ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴേ മനസ്സിനൊരു സുഖം തോന്നല്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും കാണുന്നില്ലടോ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് വ്യൂസ് കൂടുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ ഏപ്രിലിൽ തുടങ്ങിയതാണേ. ഏപ്രിലിൽ തുടങ്ങിയിട്ട് ഇതിപ്പോൾ സെപ്റ്റംബർ പകുതിയോളമായി. സെപ്റ്റംബർ പകുതിയായി. ഇതേവരെ എനിക്ക് 79 സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ആയിട്ടുള്ളൂ. മനസ്സും അടുത്ത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് എനിക്ക് മടിയാവണത്. പിന്നെ ഞാൻ അവർക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഒരു വരുമാന മാർഗ്ഗം ആവുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാനിത് ചെയ്യണത്. അപ്പോൾ ഏകദേശം ഇപ്പോൾ 6 മാസമായിട്ട് 79 പേരെന്ന് പറയുമ്പോഴത്തേക്കും എന്തായാലും ഈ പോക്ക് അവിടെ ചെന്ന് അവസാനിക്കും. എല്ലാവരും കൂടി ഒന്ന് സഹകരിച്ചിട്ട് എന്നെ ഒന്ന് കയറ്റി വിടണേ പ്ലീസ്. അപ്പോൾ എനിക്ക് അതിൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി. അല്ലാണ്ട് ഞാൻ നിർബന്ധിച്ച് പറയുന്നൊന്നുമില്ല. എങ്കിലും നിങ്ങളാലാകുന്നത് നിങ്ങൾക്കൊരു സബ്സ്ക്രൈബ് ചെയ്യുന്നാൽ എനിക്കൊരു വലിയൊരു ഉപകാരമായിരിക്കും അത്. അതുകൊണ്ടാണ്. പഞ്ഞമ്പാടമല്ല കേട്ടോ, എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ പഞ്ഞമ്പാടമൊന്നുമില്ല. പറ്റുന്നുണ്ടെങ്കിൽ ചെയ്തു തന്നാൽ മതി. ഓക്കെ. അപ്പോൾ ഇനി കറി തിളക്കട്ടെ, ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യാമെങ്കിൽ. ഓണത്തിന് വെച്ച പായസമാണിത്. അപ്പോൾ ഇത്രയും കൂടി ഉണ്ട്. ഇതും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. പരിപ്പ് പായസം ഉണ്ടോ? ഞാൻ വെച്ചതല്ല കേട്ടോ. ഇവിടെ അനിയത്തിയുടെ വീട്ടിലായിരുന്നില്ല ഞങ്ങളുടെ ഓണം. അവിടെ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നാണ്. ഇനിയിപ്പോൾ ഇത്രേ ഉള്ളൂ മിച്ചം. അപ്പോൾ അതങ്ങ് ചൂടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു.
മീൻ കഷ്ണം നന്നായി തിളച്ചു തുടങ്ങിയിട്ടേ മീൻ ചാറൊന്നെടുത്ത് തിളച്ചു തുടങ്ങിയപ്പോൾ കഷ്ണം ഇട്ട് കൊടുക്കാം. ഒന്നിങ്ങനെ താക്കി കൊടുക്കാം. ഇനി ഒന്ന് ഒരുവിധം ഇറക്കി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഉപ്പും പുളിയൊക്കെ നോക്കാം എങ്ങനെയാണെന്നുള്ളത്. വെള്ളം മതിയോ? എടുക്കാം. കറി ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങുന്നുണ്ട്. അപ്പോഴേക്കും ഇനി അപ്പുറത്തടപ്പിൽ ഞാൻ മീൻ വറുക്കാനിടാൻ പോകണം. മീൻ വറുക്കാനിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അച്ചിങ്ങ ഒലുക്കണം. പടി കഴിഞ്ഞു അപ്പോൾ